ഒരു സബ്സ്ക്രൈബറെ ഒപ്പിച്ചേക്കുവാണ്. ഭായി ഇവിടെ ഫ്രൂട്ട്സ് കച്ചവടം നടത്തുന്നു. നമ്മൾ സബ്സ്ക്രൈബർ ആയി. സ്ലൈഡ് പോവാണ് ചേട്ടായി. കൂട്ടാപ്പി ഐസേജിനകത്തെ ഒരു ക്യാരക്ടറാണ് അവൻ വരച്ചു വെച്ചെടുത്ത്. ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ പള്ളിയിൽ പോവാണ്. പള്ളിയിൽ പോകുന്നു. അപ്പം ഞങ്ങളിവിടെ നിന്ന് അങ്ങോട്ട് ചെന്നിട്ട് അമ്മയെ വിളിച്ചോണ്ട് വേണം പള്ളിയിൽ പോകാനായിട്ട്. അപ്പം ഇന്ന് അവിടെ രാവിലെ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് ഇവിടുന്ന് പട്ടിക്കുള്ള ചോറൊക്കെ ആയിട്ടൊരു വന്നേക്കുന്നത്. ഇതിനി അപ്പൂനെ കൊടുത്തിട്ടാണ് ഞങ്ങളിനി അമ്മയും കൊണ്ട് പള്ളിയിൽ പോകാനായിട്ട്. നമ്മളിപ്പോൾ വീടെത്തിയിരിക്കുകയാണ്. നമ്മൾ ഇനി അമ്മയെ വിളിച്ച് നമുക്ക് പള്ളിയിൽ പോകാം. പൂച്ച അല്ലെ വെള്ളം ചെയ്യും കൊണ്ട് പറഞ്ഞു. ഞാൻ കൊടുക്കും. അപ്പൊക്കെ ദേഷ്യം വന്നാൽ അടിച്ചു. അപ്പൂന് ഒച്ച മുറുക്ക് വന്നിട്ടുണ്ട് കേട്ടോ പൂച്ച വന്നപ്പോ. അല്ല അതിനൊരു പൂച്ച വന്നപ്പോ അവന് ഫുഡ് എടുത്താൽ അവന് ഇതാവും. അങ്ങനെ അതൊന്നും അവൻ കഴിക്കുക. അവൻ്റെ ഫുഡും കൂടെ കഴിക്കുക. പൂച്ചയുടെ ഫുഡും കൂടെ വിശന്ന് അവൻ ഇരിക്കുക. നമ്മൾ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നു. അപ്പം അപ്പൂന് ഫുഡ് കൊടുക്കാൻ പോകണമെന്ന് മുട്ട വറുക്കാൻ പട്ടിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി മുട്ട അടിക്കണം. അത് ചിക്കി പൊരിക്കണം. മുട്ട ചുമ്മാ ഇതാക്കി നമ്മുടെ മുട്ട റെഡി. പട്ടിക്ക് കൊടുക്കാനായിട്ട് ചോറിനകത്ത് ഇളക്കാം. പട്ടിക്കും പൂച്ചയ്ക്കും കൈ പൊള്ളി. വെള്ളത്തിൽ ചൂട് തരാണോ? അവൻ ഭയങ്കര ബഹളമാണ് അവിടെ. കൈ കൊണ്ട് എടുക്കല്. പൂച്ച പിടിക്കില്ല കൈ കൊണ്ട്. മാറിക്കേ. കൈ എടുക്കില്ലേ ഇച്ചാ. അത് കൈ കടിക്ക്. കൈ കടിക്ക്. കൈ പൊള്ളിയിരിക്കുന്നു. ചട്ടിക്കൊണ്ട് കൈ പൊള്ളിപ്പോയി. നിനക്ക് കടിച്ചില്ലെങ്കിൽ നീ ഇവനെ നടത്തിക്കാൻ കൊണ്ടുപോകണം അച്ഛൻ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നടക്കാൻ പോവാണെങ്കിൽ പോയിട്ട് വരും. എന്താ ആ സിനിമയിലെ പോലെ ജയം ചെയ്യുന്ന പോലാണോ കുതിര? അപ്പോ ഇവന്റെ രോമം ഒന്ന് ചീകിയിടുക. നമ്മൾ ഇടയ്ക്കൊന്ന് കുളിപ്പിച്ച ഇവൻ ഭയങ്കരമായിട്ട് രോമം പൊഴിയുന്നുണ്ട്. നമ്മൾ സാധാ ചീപ്പ വെച്ചിട്ടാണ്. സാധാ ചീപ്പ, മറ്റേ സൈസ് ചീപ്പല്ല. എന്നിട്ട് ഇതുണ്ട് ഇത്രയും രോമം പൊടി മൂക്കിലോട്ട് കയറും. ഇത്രയും പൊഴിയുന്നുണ്ട്. ഞാൻ പൊറോട്ട മന്തി എനിക്ക് എനർജിയുള്ള രോമൊക്കെ ഒന്ന് ചീകി ഒതുക്കി സെറ്റാക്കാൻ വിചാരിച്ച്. ഇനി ഈ രോമം
ഈ പട്ടികളിലൊക്കെ രോഗം പൊഴിയുന്നതിനെതിരെ എന്തെങ്കിലും മരുന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാവുന്നവർ കമന്റ് അടിക്കുക. അപ്പം നമുക്ക് ഇവനൊന്ന് കൊടുത്തു നോക്കാം അപ്പൂനെ. അപ്പൂ ഭയങ്കരമായിട്ട് പൊഴിയുന്നുണ്ട്. മൂക്കിൽ പോവല്ലേ അത്? ഇത്രയും രോഗം പൊഴിഞ്ഞു, ഓ ഇച്ചാതെ കാണിക്കാതെ. ഇത്രയും രോഗം പൊഴിഞ്ഞിട്ടുണ്ട് ഇവൻ്റെ. ഇത് ഏതെങ്കിലും മരുന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്ക് ഇവനിൽ പരീക്ഷിച്ചു. കുട്ടാപ്പി ആശാ ചിരുമം ഇത് നിന്ന് വരുന്നുണ്ട്, മടിയൊന്നുമില്ല. ചൊറിയാനുള്ള ഇത് കിട്ടിക്കാണുന്നത്, ആശ്വാസം ചൊറിയുന്നത്. ആ ഇവൻ നിന്ന് വരുന്നുണ്ട്, ഞാനങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. അച്ഛന് ഭയങ്കര ചൂടാ, അങ്ങനെ ശരിക്കാൻ. ഇവിടെ ചെവി ഉണ്ടോ? ഈ ചെവി താന്ന് നടക്കുന്നുണ്ടോ? ഈ ചെവി താന്ന് നടക്കണം. അങ്ങനെ ഒരു ഓപ്പറേഷനൊക്കെ ചെയ്ത ഇവിടെ ഒരു മുഴയുണ്ടായിരുന്നു, അതൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പം ആശാൻ്റെ ചെവി താന്നു. ചെവിയിലൊക്കെ തൊടുമ്പോൾ ഭയങ്കര ചൂടാണ്. നമ്മളിങ്ങനെ ചെവി പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നിന്ന് കുളിപ്പിക്കണ്ടേ? കെട്ടിട്ട് നമ്മള് കൂട്ടാപ്പി അപ്പുവേ അപ്പോ അപ്പുവേ ഇവിടെ ഞങ്ങള് പോട്ടടാ. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ തിരുവഞ്ചൂരോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മണർകാട് എത്തിയിരിക്കുകയാണ്. ഇത്ര അടുപ്പിച്ച് അതിൽ ചേർത്തില്ലേ? അകത്ത മഞ്ഞ ഇതാണോ? അത് വേണ്ട, രണ്ടുള്ളോ ഇല്ലേ? റെഡാണോ? അത് റെഡാ, മറ്റേത് റെഡ്. ഇത് റെഡല്ലേ? റെഡ് എത്ര കിലോ? ഇത് 30 കിലോ. എത്ര കിലോ ഉണ്ട്? 3 കിലോ ഉണ്ട്. 90. അത് മതി. കിടു KIDU നമ്മളൊരു സബ്സ്ക്രൈബറെ ഒപ്പിച്ചേക്കുവാണ്. ബായ് ഇവിടെ ഫ്രൂട്ട്സ് കച്ചവടം നടത്തുന്നു. അപ്പൊ നമ്മൾ എടുത്തു കൊടുക്കും നമ്മുടെ ചാനലിന്. അപ്പൊ നമ്മള് ബായോട് ചോദിച്ചു, ബായ് നമ്മോട് ചോദിച്ചു യൂട്യൂബറാണോ എന്നൊക്കെ ചോദിച്ചു. ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മള് ബായെ പിടിച്ചതില് ബായ് സബ്സ്ക്രൈബ് ചെയ്ത് കാണിച്ചു കൊടുത്തത് ബായ് ചാനല് ഇതാണോ? ആ അത് തന്നെ. ഇങ്ങനെ തിരിച്ചു വരുന്ന വഴി നമ്മൾ 4 മണിക്കാറ്റിൽ കയറിയായിരുന്നു. ഇതിപ്പോൾ പുതുക്കി പണിതിട്ട് 2 ദിവസം മുമ്പാണ് ഓപ്പൺ ചെയ്തേക്കുന്നത്. ഇവിടെ 12ഓളം പുതിയ ഷോപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. ഈ ഷോപ്പിലെല്ലാം ക്യാഷ്ലെസ് പേയ്മെൻറ്റ് സൗകര്യം ഇപ്പോൾ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ CCTV ക്യാമറയും അതുപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു പുതിയ മാറ്റമാണ്. ചേട്ടാ ചേട്ടാ എന്തി അങ്ങനെ നമ്മൾ വന്ന വഴിക്ക് ഇവരെ കണ്ടുപിടിച്ച സ്ലൈഡ് പോവാണ് ചേട്ടായി.
സൈഡിൽ കയറണം എന്നാൽ പിന്നെ ഇനി മുടിയും കൂടെ വെട്ടിയിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ മുടി വെട്ടാൻ കയറിയിട്ടുണ്ട്. സൈഡ് വെട്ടത്തില്ല നാളെപ്പോഴത്തെ നല്ല ഇവിടെ ഇട്ടുണ്ട്. സൈഡ് വെട്ടി മുടി വെട്ടുന്നു. ഷേവ് ചെയ്തോ? ഷേവ് ചെയ്യണ്ട, ട്രിം ചെയ്താൽ മതി. ഷേവ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നോ. ട്രിം ചെയ്താൽ മതി. ഒന്ന് ഷേവ് ചെയ്യുമ്പോഴത്തെ ഫോട്ടോ എടുക്കുന്നത്. ഷേവ് ചെയ്ത് നോക്കാം. എടാ നിനക്ക് മുടി വെട്ടണ്ടേ? എടാ മുടി വെട്ടണ്ടേന്നു. മുടി വെട്ടണം, ഈ സൈഡിൽ നല്ല വെട്ടണം. ഇവിടെ വിടണം, മുടി വെട്ടി വളർന്നു. മുടി വെട്ടിയേക്കാം. ഇല്ലേ അവിടെ അവിടെ വാഴ വാഴ ഒരു കാപ്പിപ്പൊടി ട്രിം ചെയ്യണം. പോയാ ചൊവ്വാഴ്ചയുണ്ട്. കുട്ടികളുടെ മഷ്റൂം കട്ടല്ലേ ഇത്? ആ മുടിയും വെട്ടി അവന് തലയിൽ വരയിട്ട് വെച്ചേക്കോ. കാണിച്ചാടാ. നല്ലതാ. സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടുമെന്ന് അറിയത്തില്ല. നീ കാണിക്കും, ഞാൻ കാണിച്ച മുടി വെട്ടി കാണിച്ച. ഇങ്ങോട്ട് തിരിയിടാ. അപ്പൊ പോലെ തന്നെ വെട്ടിയേക്കുന്നത് നിന്റെ മുടി. ഇവിടെ ഉണ്ട്, അവിടെ വരയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒറ്റ വര. രണ്ടു പേരെ എടുത്ത് അപ്പനോട് എന്തോടൊക്കെ പറഞ്ഞു നടക്കുവാണേ. ഇത് മേടിക്കണം അത് മേടിക്കണം എന്നും പറഞ്ഞ് ഇങ്ങനെ കൂടെ നടക്കുവാ ഇങ്ങനെ. കളർ പെൻസിൽ മേടിച്ചോ? ഞാൻ മേടിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ നമ്മൾ പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്ക് കുറേ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചില്ലായിരുന്നു. അതിപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുകയാണ്. അപ്പം തോന്നിയൊന്ന് മുറിച്ച് എല്ലാവർക്കും കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പം അത് മുറിക്കാൻ പോവാണ്.
സാധനങ്ങൾ ആഹാ എന്തുവാ ഐസേജ് വേറെ സാധനം നമ്മൾ മരച്ചിട്ടുണ്ട്. ഇത് ഐസേജിനകത്ത് ഒരു ക്യാരക്ടറാണ്. അവൻ മരിച്ചു വെച്ചെടുത്ത് ഫ്ലവറൊക്കെ കടിച്ചു പിടിച്ചിരിക്കുന്നത് വാലന്റൈൻസ് ഡേ അല്ല എന്നാ. അപ്പം നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളുടെ കമൻസിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ